സ്ത്രീയുടെ കുടുംബത്തിന് സഹായം നൽകും. ഇന്ന് അടിയന്തര സഹായമായി 50,000 രൂപ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി മന്ത്രിസഭാ യോഗത്തിന് ശേഷം എത്ര രൂപ കൊടുക്കണം, എന്ത് സഹായം നൽകണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കും. മാത്രമല്ല, ഇപ്പോൾ പ്രചരിക്കുന്നതൊക്കെ തെറ്റായ രാഷ്ട്രീയപരമായ വാർത്തകൾ മാത്രമാണ്. അതിൽ അത്തരം വാർത്തകൾക്ക് ഒരു അർത്ഥവുമില്ല. അത് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എന്നാണ് മന്ത്രി VN വാസവൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ തള്ളിപ്പറയുന്നത്. ഒപ്പം ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് എത്തി. അതിനുശേഷം ഇന്ന് രാവിലെ ആണ് വിശദമായ തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിവരിച്ചത്. ഒപ്പം ഇനിയൊരു അന്വേഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും സർക്കാർ ആലോചിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് 2 കാര്യങ്ങളിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ കെട്ടിടം പഴയതാണ്, അടച്ചുപൂട്ടിയിട്ടിരുന്നു, എന്നാൽ ഈ ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത കളക്ടർ നടത്തുന്ന അന്വേഷണത്തിൽ കിട്ടുമെങ്കിൽ പോലും അത് പോരാ. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സൂപ്രണ്ടും പ്രിൻസിപ്പളും പറഞ്ഞത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ശരിയായ വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടി മറ്റൊരു അന്വേഷണത്തെക്കുറിച്ച് പോലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഈ മന്ത്രി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുൻപ് മന്ത്രിയുടെ വാക്കുകൾ എന്താണ് എന്ന് കാണാൻ കേൾക്കാം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത്. കോട്ടയം തലയോലപ്പറമ്പിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാവർക്കും മൃതദേഹം കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രതിപക്ഷം ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നീങ്ങാനാണ് സാധ്യത? ഡി ബിനോയ്. സംസ്ഥാനത്ത് എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഒപ്പം BJPയും ഈ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരത്തൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ തെക്കൻ ജില്ലകളിലുണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം, പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം. എല്ലാവരും ആവശ്യപ്പെടുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയാണ്. കാരണം നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ കോട്ടയം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടും അതിൻ്റെ ഉദ്ഘാടനം നീട്ടി കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയണം. ഒപ്പം ഈ ആദ്യഘട്ടത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മന്ത്രി നടത്തിയ അഭിപ്രായങ്ങൾ ഇതെല്ലാം വലിയ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സമരപരിപാടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് തലസ്ഥാനത്തും വലിയ തരത്തിലുള്ള സമരപരിപാടികളാണ് ഉള്ളത്. ആദ്യം RYFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്കും തൊട്ട് പിന്നാലെ BJP പ്രവർത്തകർ മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കും മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ലീഗ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. ഇന്നലെയും ഇത്തരത്തിൽ മാർച്ചുകൾ ഉണ്ടായിരുന്നു. ആദ്യം പ്രതിഷേധവുമായി ഇന്നലെ എത്തിയത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിക്ക് അടുത്തുവരെ എത്തി, ഗേറ്റിനടുത്ത് വരെ എത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർ സംഘടിപ്പിച്ചു. വൈകുന്നേരത്തും KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റിലെ അനെക്സ് കോംപ്ലക്സിനടുത്ത് വരെ എത്തി പ്രതിഷേധം അറിയിച്ചു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മന്ത്രിയുടെ ഓഫീസും ഔദ്യോഗിക വസതിയും കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ പരിപാടി. ഇതിൽ CPIMലെ തന്നെ ചില മുൻ നേതാക്കൾ, ഒപ്പം തന്നെ SFIയിലെ മുൻ നേതാക്കൾ അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ ഇന്നത്തെ ഈ പ്രക്ഷോഭത്തിന് അഗ്നി പകരുമെന്ന് വിചാരിക്കേണ്ടതുണ്ട്. മന്ത്രി പോയിട്ട് MLA ആയിരിക്കാനുള്ള അർഹത വീണ ജോർജിനില്ല എന്ന് CPMലെ ചില നേതാക്കൾ ഫേസ്ബുക്കിലൂടെ ആദ്യം പ്രതികരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തതടക്കമുള്ള കാര്യങ്ങളൊക്കെ വാർത്തയാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവർക്കെതിരെ ഇപ്പോൾ CPIM നടപടിക്ക് ഒരുങ്ങുന്നുണ്ട് എങ്കിൽ തന്നെയും അത് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ഏരിയ കമ്മിറ്റി അംഗമാണ്, അവരൊക്കെയാണ് ആ രീതിയിലുള്ള കുറിപ്പുകൾ ഇട്ടത്. നടപടി പരിശോധിക്കുമെന്നൊക്കെയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി CPIM വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും മന്ത്രി പോയിട്ട് MLA ആയിട്ടിരിക്കാൻ പോലും അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നൊക്കെ പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ
ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഈ ജോൺസൺ PJ എന്ന് പറയുന്ന വ്യക്തി SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റാണ്. അതേപോലെ പത്തനംതിട്ട CWC മുൻ ചെയർമാൻ N രാജീവ് ആരോഗ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് വീട്ടിലിരിക്കാമായിരുന്നു, ഒത്താൽ രക്ഷപ്പെട്ടു, ഇവിടെ ചോദ്യത്തിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രമെന്നായിരുന്നു രാജീവിൻ്റെ പരിഹാസം. ഇത് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയാണ് CPIM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം പരിഹസിച്ചത്. പിന്നീട് അവയെല്ലാം പിൻവലിക്കപ്പെട്ടുവെങ്കിലും ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ ബിന്ദുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് മക്കളും വിശ്രുതനുമെല്ലാം അവിടെ ഉണ്ട്. നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. തലവലപ്പറമ്പിലെ വീട്ടിൽ ബിനോയ്, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഇന്ന് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇന്ന് ഈ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാലും അതിൻ്റെ അലയൊലികൾ അവസാനിച്ചാലും അത് ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് കരുതേണ്ടതുണ്ടല്ലേ? തീർച്ചയായും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ നേരത്തെ തന്നെ പല കാര്യങ്ങളുടെ പേരിൽ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് ഹോസ്പിറ്റലിലെ തീപിടുത്തം, അതുപോലെ തന്നെ ഈ സമീപകാലങ്ങളിലുണ്ടായ ആരോഗ്യവകുപ്പുണ്ടായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ, ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഓരോ ദിവസവും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഈ ദുരന്തവും ഒരു ജീവൻ നഷ്ടപ്പെട്ടതുമൊക്കെ. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിൽ, അതായത് മന്ത്രിയുടെ രാജിക്കപ്പുറം മറ്റൊന്നും ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവുമൊക്കെ കോട്ടയത്താണ്. അതിനുശേഷം അവർ നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ഒരു പ്രതിഷേധ സംഗമ പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് 4 മണിക്കാണ് പ്രതിഷേധ സംഗമ പരിപാടി. അതിനുശേഷം തീരുമാനങ്ങളിലേക്ക് കടക്കും. കാരണം യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, യാതൊരു കാരണവശാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വഴിയിലിറങ്ങാൻ അനുവദിക്കത്തില്ല, കരിങ്കൊടി കാണിക്കും, ശക്തമായി പ്രതിഷേധിക്കുമെന്ന്. ആ നിലപാട് തന്നെ യുവമോർച്ചയും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ, അവരുടെ യുവജന സംഘടനകൾ ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരും ഉറച്ചു തീരുമാനിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയും. അതിന് തെളിവാണ് മന്ത്രി VN വാസവൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കിയത്. കാരണം ആ കെട്ടിടം പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും, അതിൻ്റെ പ്രതിസന്ധികളൊക്കെ, ആ കാരണങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം അതെല്ലാം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഈ ആരും മണ്ണിനടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ പരസ്പരം പഴിചാരാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം നടക്കുന്നു. അതിൻ്റെ അർത്ഥം മന്ത്രിക്ക് യാതൊരു കാരണവശാലും രാജിക്കോ അല്ലെങ്കിൽ ഒരു നടപടിക്കോ ഒന്നും സർക്കാർ തയ്യാറാവില്ല. കാരണം ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് മന്ത്രിസഭയ്ക്കുള്ളത്. അതിൻ്റെ ഇടയിൽ വലിയൊരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു മന്ത്രി രാജിവെച്ചാൽ അത് വലിയ തരത്തിലെ ക്ഷതം മന്ത്രിസഭയ്ക്കും പാർട്ടിക്കും ഉണ്ടാക്കുമെന്നറിയാം. ഒപ്പം മന്ത്രിക്കെതിരെ പരിഹാസവചനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വരികൾക്കെതിരെയും അതിൻ്റെ ആളുകൾക്കെതിരെയും ഒക്കെ ശക്തമായ നടപടിയിലേക്ക് പാർട്ടി പോകും. കാരണം പാർട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പത്തനംതിട്ടയിൽ നിന്നാണ് ഈ മന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ജോൺസൺ PJ ആയാലും അഡ്വക്കേറ്റ് രാജീവ് ആയാലും ഒക്കെ തന്നെ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉള്ള ആളുകൾ തന്നെയാണ്, ആറന്മുള നിയമസഭാ മണ്ഡലത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായി അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ മന്ത്രിക്കെതിരെ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെ ഉണ്ടാകുന്ന സംഘടിതമായ നീക്കങ്ങൾക്കെതിരെ പാർട്ടി ജില്ലാതലത്തിൽ, അതായത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ അതിൽ നടപടിയിലേക്ക് നീങ്ങും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും CPIMൻ്റെ തീരുമാനം. MS. ശരി, ഈ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? ആരോഗ്യമന്ത്രി ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നല്ലോ. അതിനുശേഷം അവർ ഡിസ്ചാർജ് ആയോ, ആശുപത്രിയിൽ തുടരുകയാണോ? നമുക്ക് അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് അവർ ആശുപത്രി വിട്ടു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ്. കാരണം ഏകദേശം ഇന്നലെ 4 മണിക്കൂർ സമയം ആശുപത്രിയിലുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് വരും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ഔദ്യോഗിക വസതിയിലുണ്ടാകും എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഔദ്യോഗിക വസതിയിലുണ്ട്. പക്ഷേ ഇന്ന് ഓഫീസിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം പൂർണ്ണ വിശ്രമം അവർക്ക് 2 ദിവസത്തേക്ക് മന്ത്രിക്ക് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് നമുക്ക് മന്ത്രി ഓഫീസിൽ നിന്നും കിട്ടുന്ന വിവരം. MS.
അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 11 മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. അവിടെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉയർന്ന നേതൃത്വം, ജില്ലാ നേതൃത്വം ആ രീതിയിലുള്ള അവരുടെ ദൗത്യം പൂർത്തിയാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ ഈ ശുചിമുറി കെട്ടിടത്തിന് 12 വർഷമായിട്ട് ബലക്ഷയം ഉണ്ടായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ വർഗീസ് പി പുന്നൂസ് പറയുന്നത്. വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ അന്തിമ റിപ്പോർട്ട് ഡിസംബറിലായിരുന്നു ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി പണി കഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് പൂർണ്ണമായും മാറാനിരിക്കുകയായിരുന്നു. ആളുകളെ മാറ്റാതിരുന്നത് പുതിയ കെട്ടിടത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വൈകിയതിനാലാണ് എന്നാണ് വർഗീസ് പി പുന്നൂസ് വ്യക്തമാക്കിയത്. 11, 14 വാർഡുകളിൽ നിന്ന് ശുചിമുറി കെട്ടിടത്തിലേക്ക് പ്രവേശനം നിരോധിച്ചിരുന്നുവെന്നും കെട്ടിടം അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളവർ തൽക്കാലം ആ ശസ്ത്രക്രിയകൾ നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടത്താനിരുന്ന ശസ്ത്രക്രിയകൾ മുടങ്ങും. അപകടമുണ്ടായ കെട്ടിടമുള്ള ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങുന്നത്. 8 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അപകടം നടന്ന കെട്ടിടത്തോട് ചേർന്നുള്ള ബ്ലോക്കിലുള്ളത്. ഇന്ന് ശസ്ത്രക്രിയ നടക്കാനിരുന്നവരെ പുതിയ തീയതി അറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രതിപക്ഷ സംഘടനകൾ. അതേസമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി എന്ന വിഷയം അജണ്ടയിലേ ഇല്ല എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ് CPIM. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ കൃത്യമായിട്ടും അറിയേണ്ടതുണ്ട്. രാവിലെ 11 മണിക്ക് ഈ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അവിടെ നിരവധി പേർ